ഹായ് എവരിബഡി, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് നടക്കുന്നത് ഈ ഒരു സ്റ്റോറിയിൽ. പിന്നെ അതുപോലെ തന്നെ ഒരാളുടെ ലൈഫ് എങ്ങനെയാണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ നോട്ട്സും സമ്മറിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും എല്ലാം നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഈ ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നല്ലോ. നമ്മളെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാർക്കറ്റ് ഡേ ആണ്. നമ്മൾ പറയില്ലേ ചന്ത എന്നൊക്കെ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ചന്ത ദിനം, മാർക്കറ്റ് ഡേ. ആ ഒരു സ്ഥലത്തേക്ക് എന്താണ് ഈ പെസൻസും അവരുടെ ഭാര്യമാരും എല്ലാവരും വരുന്നുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഗോദർവില്ലയാണ്. ഇവിടേക്കാണ് എല്ലാവരും വരുന്നത്. പല ആൾക്കാരും എന്താണ് പശുക്കളെ കൊണ്ടും കാളനെ കൊണ്ടും കാളക്കുട്ടികളെ കൊണ്ടും ഒക്കെ വരുന്നുണ്ട്. പല സാധനങ്ങൾ കൊണ്ടിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പ്രൊട്ടഗോണിസ്റ്റ്, നമ്മളെ കഥയിലെ നായകൻ എന്ന് പറയുന്നത് ഹോച്ച്കോം ആണ്. അവരും അവിടേക്ക് എത്തുന്നുണ്ട്, ഈ ഒരു പബ്ലിക് സ്ക്വയറിലേക്ക്. അവരിങ്ങനെ നടന്ന സമയത്ത് ഒരു ചെറിയൊരു പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നൂല്, ഒരു പീസ് ഓഫ് നൂല് കാണുന്ന സമയത്ത് അവരെന്താണ്, അത് ഇങ്ങനെ വേസ്റ്റ് ആയി കിടക്കുകയാണ്. അപ്പൊ അത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്യാണ്, അത് എടുത്തിട്ട് കയ്യിലിങ്ങനെ ചുരുട്ടുകയാണ്. അയാൾ എന്താ ചിന്തിക്കുന്നത്, എന്തൊരു സാധനവും അതിനെന്താണ് ഉപകാരപ്രദമായിട്ടുള്ളതൊക്കെ സൂക്ഷിക്കാം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അദ്ദേഹം അത് എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞിട്ടുള്ളതും എടുത്ത് കയ്യിൽ ചുറ്റിയിട്ടുള്ളതും. പക്ഷേ ഹോച്ച്കോം നൂലെടുക്കുന്ന സമയത്ത് അവന്റെ ശത്രുവായിട്ടുള്ള മാലൻഡൈൻ, അപ്പം ഹോച്ച്കോമാണ് നമ്മളതിലെ നായകന്, അവരുടെ വില്ലൻ എന്നല്ല, അവരുടെ റൈവൽ ആയിട്ടുള്ള എനിമി ആയിട്ടുള്ള മാലൻഡൈൻ. ഇവർ രണ്ടുപേരാണ് അല്ലെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. മാലൻഡൈൻ ഇത് കാണുന്നുണ്ടായിരുന്നു. ശത്രുവിന്റെ മുന്നിൽ ഇങ്ങനെ കാണപ്പെട്ടിട്ടുള്ള ഇതിൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയാ, ഒരു ലജ്ജയൊക്കെ തോന്നുകയാണ്. ഒരു ചെറിയ പീസ് നൂലൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ ചുറ്റിയൊക്കെ കണ്ടപ്പം അദ്ദേഹത്തിന് തന്നെ ഒരു കുറച്ചിൽ തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം എന്താണ് പെട്ടെന്ന് തന്നെ അത് ഒരു പോക്കറ്റിൽ ഇട്ടിട്ട് വേറെന്തോ തപ്പുന്ന പോലെ, എന്താണ് ഇങ്ങനെ വേറെന്തോ കാര്യമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാണ്, അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുടർന്ന് എന്ത് ചെയ്യാണ്, അവര് മാർക്കറ്റിലേക്ക് പോയി. കാര്യം സിമ്പിളാണ്. അവിടെ ഒരു വെറുതെ കിടന്നിരുന്ന ഒരു നൂല് കണ്ടു. അപ്പൊ ആ നൂല് എന്തെങ്കിലും ആവശ്യം വന്നേക്കെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ട് അവര് കയ്യിൽ ചുറ്റിയ സമയത്താണ് അദ്ദേഹത്തിന്റെ എനിമി ആയിട്ടുള്ള മാലൻഡൈന് കാണുന്നത്. മാലൻഡൈൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറച്ചിലും കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ അവരത് പോക്കറ്റിൽ ഒളിപ്പിച്ചു. എന്നിട്ട് വേറെ എന്തോ തിരയുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. ഇത്രയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, മാർക്കറ്റിലേക്ക് പോവാണ്. മാർക്കറ്റ് സ്ക്വയർ ഭയങ്കരമായിട്ട് ക്രൗഡഡും നോയ്സിയും ഒക്കെ ആവുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും എന്താണ് ടാവേണിലേക്ക് പോവാണ്. അവരവിടെ ഭക്ഷണം കഴിക്കുന്നൊക്കെ സ്ഥലം, ഭക്ഷണം കഴിക്കാനും പിന്നെ അതുപോലെ സൈഡർ കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ആപ്പിളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു വീഞ്ഞ്, ഒരു തരം മദ്യം പോലത്തത്, അതൊക്കെ കുടിച്ചും അവർ പല പല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാണ്. വിളകളെ പറ്റിയും പിന്നെ അതുപോലെ വാങ്ങൽ കൊടുക്കലിനെ പറ്റിയും വിൽപ്പനകളെ പറ്റിയും ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. കാലാവസ്ഥകളെ പറ്റിയിട്ട്, അത് പച്ചവിളകൾക്കൊക്കെ എന്താണ് നല്ലതായിരുന്നു എന്നും പക്ഷെ ഗോതമ്പിന് അത് നല്ലതല്ല, പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. പെട്ടെന്നാണ് അവിടേക്ക് ഒരു പബ്ലിക് അനൗൺസ്മെന്റ് നടത്തുന്ന, വിളംബരം നടത്തുന്ന ഒരാൾ വരുന്നതും അവർ പറയാണ്, ഒരു ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പൈസയും അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സും അടങ്ങിയിട്ടുണ്ട്. അതൊരു 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് അത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് കണ്ടു കിട്ടുന്ന ആള് അത് മേയറുടെ ഓഫീസിൽ തിരികെ ഏൽപ്പിക്കണം എന്നാണ് ആ ഒരു വിളംബരം. ഇത് തിരികെ ഏൽപ്പിക്കുന്ന ആൾക്ക് എന്താണ് റിവാർഡും കിട്ടും, കുറച്ച് പൈസയും കിട്ടും. ഇത്രയും പറഞ്ഞ് അവര് പോവാണ്. ഈ ഒരു അനൗൺസ്മെന്റിന് ശേഷം ഈ കർഷകരൊക്കെ പേഴ്സ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കാപ്പി കുടിക്കുന്ന സമയത്താണ് അവിടെ ഈ ഒരു പോലീസ് കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫ്രഞ്ച് പട്ടാളക്കാരൻ അവരെത്തിയിട്ട് ഹോച്ച്കോമിനെ അന്വേഷിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വണ്ടർ ആവാണ്, എന്താ കാര്യം എന്നൊന്നും അറിയാതെ. അദ്ദേഹം എന്താണ് ആശ്ചര്യത്തോടും അതുപോലെ തന്നെ നെർവസും ആണ്, എന്താണെന്ന് അറിയില്ലല്ലോ, ഭയത്തോടും കൂടി അദ്ദേഹം മറുപടി നൽകുകയാണ്. മേയർ അന്നത്തെ ദിവസം രാവിലെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു പേഴ്സ് ഉണ്ടല്ലോ, ബ്ലാക്ക് ലെതർ പേഴ്സ്, ആ ഒരു പോക്കറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് കുറ്റാരോപണം നടത്തിയിട്ടാണ് ഹോച്ച്കോമിനെ വിളിച്ചിട്ടുള്ളത്. ഹോച്ച്കോം ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു പേഴ്സ് അവിടുന്ന് എടുക്കുകയേ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു താൻ ആകെ എടുത്തിട്ടുള്ളത് ഒരു സ്ട്രിങ് മാത്രമാണ്, എ പീസ് ഓഫ് സ്ട്രിങ്, അത് മാത്രമാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞു. പക്ഷെ ആരും അത് വിശ്വസിക്കുന്നില്ല. അത് പോക്കറ്റിൽ നിന്ന് എടുത്ത് നിന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം.
ഹോച്ച്കോം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. താൻ ഒന്നും എടുത്തിട്ടില്ല. താൻ ഈ ഒരു നൂല് മാത്രമേ എടുത്തിട്ടുള്ളൂന്ന് പറയാന്. ബട്ട് മേയർ എന്ത് ചെയ്യുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. മാലന്റൈന് കണ്ടിട്ടുണ്ട് നീ എന്തോ എടുക്കുന്നതെന്ന്. സോ മാലന്റൈൻ ആണ് ഇവിടെ ഒറ്റിക്കൊടുത്തിട്ടുള്ളത്. മാലന്റൈന് കണ്ടിട്ടുണ്ട് നീ എന്തോ എടുക്കുന്നത്. സോ അത് മസ്റ്റ് ബി എന്തായിരിക്കും? അത് ആ ഒരു പോക്കറ്റ് ബുക്ക് ആയിരിക്കും. ആ ഒരു ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക്. ആ ഒരു നഷ്ടപ്പെട്ടിട്ടുള്ള പേഴ്സ് ആയിരിക്കും എന്ന് അവര് കുറ്റം ആരോപിക്കുകയാണ്. ഒറിജിനലി ആരും കണ്ടിട്ടില്ല. എന്തോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആ ഒരു പേഴ്സ് എടുക്കുന്ന ആരും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കുറ്റാരോപണം നടത്തുകയാണ്. ഹോച്ച്കോം പിന്നെയും പലതും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ല ചെയ്തത്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മേയർ എന്താണ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ അവരവിടുന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങിയ സമയത്ത് അവിടെയുള്ള വില്ലേജേഴ്സ്, ഗ്രാമവാസികളൊക്കെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാണ്. "നീ എടുത്തിട്ടുണ്ടോ? നീ എവിടെയാണ് ഒളിപ്പിച്ചതെന്നുള്ള" അങ്ങനത്തെ ആ ഒരു രീതിയിൽ. അപ്പൊ ഹോച്ച്കോം പറയുന്നുണ്ട് ആ ഒരു സ്ട്രിങ്ങിന്റെ കഥ. "ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു നൂലാണ്. അത് വേസ്റ്റ് ആയി പോണ്ടല്ലോ. അതെന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു നൂല് എടുക്കുന്നത്. ആ നൂല് എടുക്കുന്നതാണ് വാലന്റൈൻ കണ്ടതെന്നൊക്കെ" ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, ആരും അത് വിശ്വസിക്കുന്നില്ല. എല്ലാവരും അവരെന്താണ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ആ എടുത്തിട്ടുള്ള ആള് ഹോച്ച്കോം തന്നെയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അടുത്ത ദിവസം ഒരു തൊഴിലാളി എന്താണ് പേഴ്സ് കണ്ടെത്തുകയാണ്. ആ പേഴ്സ് കണ്ടെത്തിയിട്ട് അത് യജമാനന് തിരികെ നൽകണം. അതിന്റെ ഓണർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അത് റോഡിൽ നിന്ന് കണ്ടെത്തിയതാണെന്നും പറയുന്നുണ്ട്. അതായത് ഹോച്ച്കോം അല്ല എടുത്തതെന്നുള്ളത് അവിടെ തെളിയാണ്. അതായത് ഒരു വർക്കർക്ക് കിട്ടി, അവരവരുടെ യജമാനന് കൊടുക്കുകയാണ്. ഹോച്ച്കോം ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സന്തോഷാവാണ്. കാരണം അദ്ദേഹം ഇന്നസെന്റ് ആണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുമല്ലോന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം എല്ലാവരോടും പറയാൻ സ്റ്റാർട്ട് ചെയ്തു. എന്ത്? അയാളുടെ ആ ഒരു ഇന്നസെൻസിന്റെ കഥ. കാരണം അദ്ദേഹം വീണ്ടും പറയാണ് ആ ഒരു നൂലിന്റെ കഥ. അദ്ദേഹം സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തും അതുപോലെ തന്നെ റോഡിലൂടെ പോണ ആൾക്കാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഈ ഒരു നൂലിന്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹത്തെ എല്ലാവരും വിശ്വസിക്കുന്നതാണ്. പക്ഷെ ആൾക്കാരൊക്കെ എന്താണ്, ഒരു ജോക്ക് പോലെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, ഇയാൾക്ക് ഇതിൽ എന്തോ പങ്കുണ്ട് എന്നുള്ള രീതിക്കാണ്. അങ്ങനെ നെക്സ്റ്റ് ട്യൂസ്ഡേയും ഹോച്ച്കോം എന്താണ് മാർക്കറ്റിലേക്ക് പോവാണ്. അവിടെ അവരെന്താണ് പലരും അവരെ പരിഹസിക്കുന്നുണ്ട്. അവര് വീണ്ടും വീണ്ടും ഈ ഒരു സ്റ്റോറി പറയുന്നുണ്ടെങ്കിലും ആരും അത് വിശ്വസിക്കുന്നില്ല. എല്ലാരും പറയുന്നത് എന്താണ്, ഇവർക്ക് അതിൽ എന്തോ ഒരു പങ്കുണ്ട്. മേ ബി ഇവര് ഒരുമിച്ച് എടുത്തതായിരിക്കാം. അല്ലെങ്കിൽ ഇവരെടുത്തിട്ട് പിന്നെ കള്ളം പൊളിയുംന്ന് വിചാരിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെ പലരും പലതും കരുതിയിട്ട് ഇദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനാകെ എത്ര വാദിച്ചിട്ടും എന്താണ്, ആളുകള് അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അത്രയും അപമാനിതനായിട്ടാണ് ഹോച്ച്കോം ഉള്ളതിപ്പോ. എല്ലാവരും അദ്ദേഹത്തിനെ ഇങ്ങനെ പരിഹസിക്കുകയാണ്. ആളുകൾ പറയുന്നത് ഒരുപാട് എക്സ്ക്യൂസുകൾ പറയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ സ്റ്റോറി പറയുന്നതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണെന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹോച്ച്കോമിന് എന്താണ് ഭയങ്കര നാണിച്ച് നിരാശനായിട്ടൊക്കെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. തന്റെ ഈ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ അദ്ദേഹം ഭയങ്കരായിട്ടൊരു വേദന അനുഭവിക്കുകയാണ്. ഭയങ്കരായിട്ട് ഹേർട്ട് ആവുകയാണ്. ഹോച്ച്കോം എല്ലാവരോടും വീണ്ടും വീണ്ടും ഈ കഥ തന്നെ പറയായിരുന്നു ചെയ്യുന്നത്. മനസ്സൊക്കെ എന്താണ് ഭയങ്കരായിട്ട് കയ്യിന്ന് പോവാണ്. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാണ്. അങ്ങനെ ആ ഒരു ഡിസംബർ ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഒക്കെ ഭയങ്കര മോശമായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡെത്ത് ബെഡിൽ കിടന്നുകൊണ്ടിരിക്കുക. അതായത് മരിക്കാനായി. അങ്ങനെ ഈ ഒരു ഫൈനൽ മൊമെന്റിലും അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, എ പീസ് ഓഫ് സ്ട്രിങ്, എ പീസ് ഓഫ് സ്ട്രിങ്. അതായത് ഒരു കഷ്ണം നൂല്, ഒരു കഷ്ണം നൂല്. അദ്ദേഹത്തിന് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ ഒരു കഷ്ണം നൂലെടുത്തതിന്റെ പേരില് വലിയൊരു കള്ളനായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ല്ലേ. അങ്ങനെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, എ പീസ് ഓഫ് സ്ട്രിങ് എന്നാണ്. അത്രയും വേദന കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. സോ നമ്മളെ സത്യസന്ധത ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ ഡീപ്ലി ഹേർട്ട് ചെയ്യും ല്ലേ. അതായത് നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മളെല്ലാവരും തെറ്റുകാരായിട്ട് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. ആ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കഥയില് ഇദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാം. ഈ ചാപ്റ്ററിന്റെ നോട്ട്സും ഡീറ്റെയിൽഡ് സമ്മറിയും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും ഒക്കെ എങ്ങനെയാണ് notebuddy.in എന്ന സൈറ്റിൽ നിന്ന് എടുക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.